സി ഡി യൂണിറ്റ് അടിച്ചു പോയി ഗ്യാസ്. ഷട്ടഡാന്ന് നിൽക്കണമെന്ന് നോക്കണ്ട, ഒരു 7-8 കിലോമീറ്റർ വണ്ടി തള്ളിയിട്ടാണോ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി കാര്യത്തിലോട്ട് ഇറക്കാം. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, എൻ്റെ വണ്ടി ഓടിക്കുന്നതിനൊക്കെ ഈ ഒരു വാണിംഗ് ഒക്കെ ഓണായിട്ട് വണ്ടി മിസ്സിങ് അടിച്ച് ഓഫായി പോകുന്നൊരു പ്രശ്നം. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ അത് കണ്ടതാണ്, പിന്നെ സമയമില്ലാത്തതുകൊണ്ട് കാണിച്ചില്ല. രാവിലെ ഞാൻ രാത്രി എപ്പോഴും വിചാരിക്കുകയും ചെയ്തു എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പണി കിട്ടുമെന്ന്. ബട്ട് രാവിലെ അർജൻറ്റായിട്ട് നമ്മളിതറിയാതെ വണ്ടി എടുത്ത് 6 മണിക്ക് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ പോകണമായിരുന്നു. പോയ വഴിക്ക് വണ്ടി ഒരു പ്രാവശ്യം ഇത് എനിക്ക് മിസ്സിങ് അടിച്ച് ഓഫായി. നമ്മൾ വീണ്ടും എടുത്തു, വീണ്ടും ഓഫായി. പിന്നെ വണ്ടി എടുക്കാൻ നിന്നില്ല. വേറൊരു പയ്യനെ വിളിച്ചിട്ട് അവനെ അവൻ്റെ കൂടെ കയറ്റി വിട്ടിട്ട് ഞാനും വേറൊരു പയ്യനോടെ എപ്പോഴും വിളിച്ചു പറഞ്ഞെങ്കിൽ എല്ലാവർക്കും കാണും. അവൻ വന്ന് ഞാനും അവിടെ തിരിച്ച് വണ്ടി തള്ളി തുടങ്ങി. നമ്മൾ പോത്തങ്കോടാണ് വണ്ടി, ഈ പോത്തങ്കോടാണ് വണ്ടി വഴിയിലായത്. അവിടെ നമ്മൾ ഒരുപാട് തള്ളി. പിന്നെ ഞായറാഴ്ച ആയിട്ട് കടയൊന്നും തുറക്കില്ല നമുക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ തള്ളി ഊപ്പാട് വന്നൊരു 3 കിലോമീറ്റർ തള്ളിയപ്പോഴത്തേക്ക് ഒരു ഷാഹിൽ എന്ന് പറഞ്ഞ AS200 ബ്രോ വന്നായിരുന്നു. അപ്പോൾ അല്ലെങ്കിലും നമ്മുടെ ഈ ഒരു ഡിസ്കണ്ടിന്യൂ ആയിട്ടുള്ള വണ്ടികൾ, 2 സ്ട്രോക്ക് വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉള്ളവർ തമ്മിൽ ഭയങ്കര ബോണ്ടായിരിക്കും. അപ്പോൾ സാഹിൽ എന്ന് പറഞ്ഞ ബ്രോ എനിക്ക് നേരത്തെ അറിയാൻ കഴിയിട്ടൊക്കെ ഉണ്ട്, മെക്കാനിക്കാണ് ആൾ. അപ്പോൾ വന്നിട്ട് നേരെ വന്ന വണ്ടി ബാറ്ററിയുടെ ലൂസ് കണക്ഷൻ ആണെന്ന് പറഞ്ഞു. ആ പ്രശ്നമുണ്ട്, അങ്ങേർക്കും ആ ചേട്ടന് ഇതുപോലെ പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കഴിച്ചിട്ട് ലൂസ് കണക്ഷനൊക്കെ സെറ്റാക്കി സ്റ്റാർട്ടൊക്കെ വണ്ടി സ്റ്റാർട്ട് പോയി. ഞാനും വിചാരിച്ചു ചെറിയ പ്രശ്നമല്ലേ, ഇതിനാണ് ഇത്രയും തള്ളിയെന്ന്. ഞാൻ ഒരു കാര്യം ആലോചിച്ചില്ലായിരുന്നു. ശരിയാക്കി ആ ബ്രോയിൽ പോയി ഞാനും കൂളായിട്ട് വണ്ടി എടുത്ത് ഓടിച്ച്. പിന്നെ ഒരു 500 മീറ്റർ കഴിഞ്ഞപ്പോൾ വീണ്ടും വണ്ടി ഓഫായി. നമ്മൾ അതിലേക്ക് ബോണ്ടാണെങ്കിലും എൻ്റെ ഉണ്ടായിരുന്ന നമ്പർ വെച്ച് സാഹിൽ ബ്രോനെ വിളിച്ചിട്ട് കിട്ടിയില്ല. വീണ്ടും മനസ്സിലായി പണി കിട്ടിയെന്ന്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പോയി നോക്കിയെങ്കിലും ബ്രോയിനെ കണ്ടില്ല. പിന്നെയും നമ്മളവിടെ നിന്ന് ഓരോ 500 മീറ്ററും ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി ഓടിക്കുമെങ്കിൽ പിന്നെ 2 കിലോമീറ്റർ തള്ളേണ്ടി വരും. കാരണം വണ്ടി കുറച്ച് നേരം ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവില്ല. പിന്നെയും കുറേ നേരം കഴിഞ്ഞ് മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു വെഞ്ഞാടത്ത് നമ്മളെ സ്ഥിരമാണ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരാമെന്ന്. കാരണം അവിടെ നിന്ന് ഇതുവരെ എനിക്ക് തള്ളാൻ വേണ്ടി വയ്യ. പിന്നെ ഒരു 8 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട് വന്ന സമയത്താണ് കടയിൽ ഓണമൊക്കെ അതിൻ്റെ വൃത്തിയാക്കാൻ വേണ്ടി ആ കടയും അപ്പുറത്തെ സ്പെയർ കടയും തുറന്നിരുന്നത്. നേരെ കടയിൽ കയറി അവിടുത്തെ പഴയൊരു വണ്ടി ഇരുന്ന ഒരു CD യൂണിറ്റ് പഴയതെടുത്ത് വെച്ച് ഞാൻ ഒരു 5-6 കിലോമീറ്റർ ഓടിച്ച് നോക്കിയപ്പോഴത്തേക്ക് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ CD യൂണിറ്റ് പോയതായിരുന്നു കംപ്ലയിൻറ്റ്. ഇതാണ് നമ്മൾ വാങ്ങിച്ച പുതിയ CD യൂണിറ്റ്. 1490, എൻ്റെ 1450 വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് CD യൂണിറ്റിൻ്റെ പാർട്ട് നമ്പർ. ഇത് BS4 NSൻ്റെതാണ്. ഞാൻ ഇത് വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പം മിസ്സിങ് ആയിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ബട്ട് എൻ്റെ പഴയ CD യൂണിറ്റ് കംപ്ലയിൻറ്റ് പണ്ടേ ഉണ്ടായെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തേർഡ് ഇയർ ചെറിയ മിസ്സിങ് ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് ആ ഒരു മിസ്സിങ് മാറി. എന്നാലും ഇതിൽ മിസ്സിങ് ഒന്നുമില്ല. ഞാൻ ഓട്ടിച്ചാണ് വീട് വരെ വന്നത്, ഒരു കുഴപ്പമില്ല. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ട്രിപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി പോകാനാണ് വിചാരിച്ചത്. ഇപ്പോൾ പണി കിട്ടിയത് മൈൻഡ് ഔട്ട് ആയിരിക്കുന്നുണ്ട്. എന്തായാലും ഈ വണ്ടി എടുക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ചെറുക്കൻ ഡോമിനറുമായിട്ട് വരും. മിക്കവാറും ഡോമിനറും RC390 നമ്മൾ പോകുന്നത്. ആ ഹിഡൻ സ്പോട്ടൊന്നും അല്ല, ഒരു വയലിൻ്റെ നടുക്ക് 2-3 കുറ്റിയൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കയറി നിൽക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരുപാട് പേര് റീലൊക്കെ കണ്ടു കാണും. അപ്പോൾ അവിടെയും പോകണം.